പേര് ശ്രീജിത്ത്. ഞാൻ ഇവിടെ അലുമിനിയം ഫാബ്രിക്കേഷൻ വരുവാണ്. D7 ഇന്റീരിയർ എന്നാണ് സ്ഥാപനത്തിന്റെ പേര്. നമ്മൾ അലുമിനിയം ഫാബ്രിക്കേഷൻ സംബന്ധമായ എല്ലാ വർക്കുകളും ഇന്റീരിയർ വർക്കുകളും ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫോൾഡിംഗ് ടേബിള് കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നമ്മൾ അയൺ ചെയ്യാൻ പറ്റുന്ന ഫോൾഡിംഗ് ടേബിള്, നമ്മൾ ഫോൾഡ് ചെയ്ത് മടക്കി വെക്കാൻ പറ്റുന്ന സംഗതികൾ എല്ലാം ചെയ്യുന്നുണ്ട്. സാർ ഈ മേഖലയ്ക്ക് വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഏകദേശം 18-20 വർഷമായി നമ്മൾ ഇത് ചെയ്യൽ തുടങ്ങിയിട്ട്. പിന്നെ കുറച്ചൊരു 6 വർഷം ഗൾഫിലായിരുന്നു. അവിടെയും അലുമിനിയം ഫാബ്രിക്കേഷന്റെ പരിപാടി തന്നെയായിരുന്നു. ഇപ്പൊ രണ്ടാമത് ഗൾഫ് പോയിട്ട് വന്നിട്ട് ഇപ്പൊ ഏകദേശം ഒരു 8 വർഷത്തോളമായി ഇപ്പൊ നാട്ടിൽ തന്നെ ഉണ്ട്. സ്വന്തമായിട്ട് ഇവിടെ സ്ഥാപനം ഇട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മള് സ്ഥാപനത്തിലേക്ക് വരുമ്പോ നമ്മള് എന്തൊക്കെ വർക്കുകളാണ് ശരിക്കും ഇപ്പൊ ഫോക്കസ് ചെയ്തിട്ടുള്ളത്? നമ്മള് കൂടുതലായിട്ട് കിച്ചൺ കബോർഡുകള്, മറ്റേ പാർട്ടീഷൻ വർക്കുകള്, പിന്നെ അരഞ്ച് ഗ്ലാസിന്റെ വർക്ക്, ഗ്ലാസ് വർക്കുകൾ, ഒരു പർഗോള, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ബാത്റൂം ഡോറുകള്, ഫെറോ ഡോറുകള്, അങ്ങനെ ഒരുവിധ എല്ലാ ഇന്റീരിയർ വർക്കുകൾ, അലുമിനിയം സംബന്ധമായ ഒരുവിധ എല്ലാ ഇന്റീരിയർ വർക്കുകളും ചെയ്യുന്നുണ്ട്. സാറ് ഇപ്പത്തെ തുടങ്ങിയ പോലെ കാലഘട്ടം പോലെയല്ലേ ഇപ്പൊ ഇന്റീരിയർ വർക്കിന് ഒരുപാട് സാധ്യത കൂടിയിട്ടുണ്ട് തോന്നിയിട്ടുണ്ടോ? സാധ്യതകൾ കൂടിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ മെറ്റീരിയൽ നല്ല, ഇപ്പൊ യുദ്ധത്തിന്റെ കാര്യങ്ങളൊക്കെ ആയ കാരണം മെറ്റീരിയൽ നല്ല നല്ല റേറ്റ് കൂട്ടൽ വന്നിട്ടുണ്ട്. ഒരു പുതിയ വീട് ചെയ്യുമ്പോ എന്തൊക്കെ വർക്കുകളാണ് സാറിന്റെ അവിടെ വരുന്നത് ശരിക്കും? അത് നമ്മള് ബാത്റൂം ഡോറുകൾ ചെയ്യുന്നുണ്ട്, പിന്നെ കബോർഡുകള്, കിച്ചൺ കബോർഡുകള്, പിന്നെ ഹാൾ പാർട്ടീഷൻ, ടി വി യൂണിറ്റ് പലതരത്തിൽ നമ്മൾ എങ്ങനെ വേണം ചെയ്യാം. പിന്നെ വാഷ് ബേസൻ സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ പർഗോളകള്, ഫ്രണ്ടിലെ അരഞ്ച് ഗ്ലാസിന്റെ വർക്കുകള്, എല്ലാ വർക്കുകളും ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു കസ്റ്റമേഴ്സിന് നമ്മൾ ഇതിന്റെ കാണിച്ചു കൊടുക്കുക ശരിക്കും സാറിന്റെ ഉള്ള മോഡലുകൾ കസ്റ്റമർ പറഞ്ഞു തരാറുണ്ടോ? അവര് ഇപ്പൊ നമ്മള് ഗൂഗിളിലും കാര്യങ്ങളൊക്കെ അടിച്ചാ, പിന്നെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ആൾക്കാർക്ക് നമ്മള് കണ്ടുകൊണ്ടിരിക്കണല്ലോ. അപ്പൊ ഇങ്ങനെ അത് കണ്ടിട്ട് ഇങ്ങനെ ആൾക്കാർ അവിടുന്ന് ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരും, അല്ലെങ്കിൽ വീഡിയോ എടുത്ത് അയച്ചു തരും. അങ്ങനത്തെ ഒരു ഇതുണ്ട്. പിന്നെ നമ്മൾ ഓരോ ഓപ്ഷനിൽ പറഞ്ഞു കൊടുക്കും, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട്. അപ്പൊ രണ്ടാളിലും കൂടി ഓക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ നമ്മള് വർക്കുകൾ കൂടുതൽ സാറ് ഈ ഏരിയയിലാണോ കൂടുതൽ എവിടെയൊക്കെയാണ് വർക്ക് ചെയ്യാൻ പോയിട്ടുള്ളത്? നമ്മുടെ ഒരു 10-30 കിലോമീറ്റർ ചുറ്റളവിലാണ് കൂടുതൽ വർക്കുകൾ ഉണ്ടാവല്. പിന്നെ നമ്മള് എഞ്ചിനീയർമാര് അങ്ങനെയുള്ള അവരെ കോണ്ടാക്ട് കയറിയിട്ട് അങ്ങനെയും ചെയ്യലുണ്ട്. എത്ര പേരെ വർക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പൊ ഉള്ളത്? ഇപ്പോ 3 പേരാണുള്ളത്. ഞാനടക്കം 4 പേരാണ് ഉള്ളത്. പിന്നെ വർക്ക് അത്യാവശ്യം തിരക്ക് വരുമ്പോ പിള്ളേരെ അധികം ഉണ്ടാവലുണ്ട്. നമ്മൾ കിച്ചണിലേക്ക് വരുമ്പോ കിച്ചണില് നമ്മൾ എന്തൊക്കെ മെയിൻ ആയിട്ട് ചെയ്യണം? അവിടെ ഈ കിച്ചണില് നമ്മള് എല്ലാം സ്ക്വയർ ഫീറ്റിനാണോ ശരിക്കും നമ്മൾ പ്രൈസ് പറയാ? മെറ്റീരിയൽ നമ്മള് സ്ക്വയർ ഫീറ്റിനാണ് പറയാ. പിന്നെ മോഡൽ അനുസരിച്ച് സ്ക്വയർ ഫീറ്റിന് റേറ്റ് വ്യത്യാസം വരും. ഇപ്പൊ പല മോഡലുകൾ നമുക്ക് ചെയ്യുന്നുണ്ട്. മുന്നേ ചെറിയ 2 ഡോർ വെക്കില്ല, അതായിരുന്നു. ഇപ്പൊ പല മോഡലുകളായിട്ട് നമ്മൾ ചെയ്യും. അതിനനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും. ചില സൈറ്റുകളിൽ നമുക്ക് കറക്റ്റ് സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയാൻ പറ്റും. ചിലവർക്ക് നമുക്ക് മെറ്റീരിയലിന്റെ ഏകദേശം ലേബറും ചിലപ്പോൾ അധികം വരും. അതിനനുസരിച്ച് നോക്കിയിട്ടാണ് നമ്മൾ പറയല്. കസ്റ്റമേഴ്സിന്റെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാണ് സാറിനിലേക്ക് എത്തിപ്പെടുന്നത്? ആൾക്കാർ എങ്ങനെയാണ് ശരിക്കും? അതുകൊണ്ട് കുഴപ്പമില്ലാത്തത് കൊണ്ട് നമ്മൾ വർക്ക് അത്യാവശ്യം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കോണ്ടാക്ട് കയറി പോയിട്ടാണ് നമുക്ക് വർക്ക് അധികം വരുന്നത്. ഷോപ്പിൽ വന്ന വർക്കൊക്കെ അങ്ങനെ കുറവാണ്. നമ്മൾ കുറച്ചുള്ള ഏരിയയിലായതുകൊണ്ട് ഷോപ്പിൽ വന്നിട്ടുള്ള വർക്കുകൾ കുറവാണ്. നമ്മള് വർക്ക് ചെയ്തത് കണ്ടിട്ടും അങ്ങനെ കോണ്ടാക്ട് കയറി പോയിട്ടാണ് കൂടുതലായിട്ട് നമുക്ക് വർക്ക് വരുന്നത്. സാറിന്റെ ഒരു ആഗ്രഹം എന്താ ശരിക്കും? ഒരു വിഷൻ എന്താ? നമുക്കൊരു സ്ഥാപനം ഒരു ബ്രാൻഡ് ആക്കി മാറ്റി ഇനി അടുത്ത ലക്ഷ്യം എന്താ ശരിക്കും? അത് കുഴപ്പമില്ലാണ്ട് സെറ്റ് ആക്കിയിട്ട് ഇന്ത്യയിൽ മൊത്തം വർക്കൊക്കെ ചെയ്ത് സെറ്റ് ആക്കിയിട്ട് പോണെന്നാണ്. ഇപ്പൊ നമുക്ക് പല കളറുകളിലെ അലുമിനിയം നമുക്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം എല്ലാ കളറും നമുക്ക് ആവശ്യമുള്ള എല്ലാ കളറുകളും നമുക്ക് അലുമിനിയം ലഭ്യമാണ്. അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. കസ്റ്റമർ ആവശ്യമനുസരിച്ച് ഏത് കളർ വേണമെങ്കിൽ നമുക്ക് കോട്ട് ചെയ്ത് കിട്ടുകയാണ്. പിന്നെ പല മോഡൽ സെക്ഷനുകളും നമുക്ക് ഏത് മോഡൽ ചെയ്യാനും കാര്യങ്ങളും പല ലിപ്പുള്ള സെക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വന്നതോടുകൂടി വർക്കിന്റെ ഭംഗി ഒന്നുകൂടി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ലിപ്പ് സെക്ഷൻ കാര്യങ്ങളും ഷീറ്റിന്റെ എഡ്ജ് കാര്യങ്ങളൊന്നും പുറത്തു വരാതിരിക്കാൻ ലിപ്പ് സെക്ഷൻ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ഒരിക്കലും എല്ലാ കളറുകളും നമുക്ക് അത്യാവശ്യം കളറുകളൊക്കെ നമുക്ക് ഇതിൽ കോട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. കസ്റ്റമേഴ്സിന് ഏത് ബാക്ക്ഗ്രൗണ്ട് ഏത് കളറാണെങ്കിലും നമുക്ക് അതിന് മാച്ചായ സാധനങ്ങളും അത്യാവശ്യം നമ്മൾ സെയിം മാച്ചുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിപ്പോ എന്താണ് ശരിക്കും വർക്ക്? ഇത് മൊസ്കിറ്റോ വിൻഡോസ് ആണ്. ഇത് നമ്മള് ജനലിനൊക്കെ വെക്കുന്നതാണ്. നമ്മളിപ്പോ നല്ല ചൂടുകാലൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ജനല് തുറന്നിട്ട് AC ഇല്ലാത്ത ആൾക്കാരെ പറയണേ, ജനല് തുറന്നിടാതെ എടുക്കാൻ പറ്റില്ല, അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പൊ നമ്മള് പാമ്പുകൾ അങ്ങനത്തെ കൊതു അങ്ങനത്തെ ഒന്നും ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഇത് SS നെറ്റിലാണ്. അത് കംപ്ലൈന്റ്സ് കാര്യങ്ങളൊന്നും വരാത്ത SS നെറ്റാണ് ചെയ്യുന്നത്. നമ്മള് ഇത് ജനൽ തുറന്നിട്ട് ഇത് അങ്ങോട്ട് അടച്ചിട്ടാ പിന്നെ നമുക്ക് ആ കാര്യങ്ങളൊന്നും അത്യാവശ്യം എയർ പാസേജും കാര്യങ്ങളും ഉണ്ടാവും.
അപ്പൊ SS നെറ്റാണ് ഉപയോഗിക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള നെറ്റാണ്. അതായത് ഓപ്പൺ ചെയ്സ് ഇത് ഇഞ്ചസ് വെച്ച് നമുക്ക് തുറന്നിട്ട് അടയ്ക്കും ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിനാണ് നമ്മൾ ഇത് ഫിറ്റ് ചെയ്യല്. ഇത് നമുക്ക് ഏത് കളർ വേണമെങ്കിൽ നമുക്കുണ്ട്. പിന്നെ ഇത് SS നെറ്റാണ്. പൊതുവെ നൈലോന്റെ ഉള്ളതും വരുന്നുണ്ട്. അതാകുമ്പോ റേറ്റ് കുറച്ച് കുറവ് വരും. ഇതാ SS ആകുമ്പോ അത്യാവശ്യം വീടും കാര്യങ്ങളും നിൽക്കുന്ന നെറ്റുകളാണ്. മറ്റുള്ള മൾട്ടിവുഡ് ഇതിനൊക്കെ അപേക്ഷിച്ചിട്ട് അലുമിനിയം അന്ന് കോസ്റ്റ് കുറച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് അലുമിനിയം തന്നെയാണ്. ഇപ്പൊ കുറച്ചായിട്ട് നമ്മളെ യുദ്ധത്തിന്റെ പ്രശ്നങ്ങളും കാരണം കുറച്ച് റേറ്റ് വ്യത്യാസം വന്നിട്ടുണ്ട്. അതാണ് കുറച്ച് വ്യത്യാസമുള്ളത്. അല്ലെങ്കിൽ നമ്മള് മൾട്ടിവുഡിനെ കാട്ടിയൊക്കെ റേറ്റ് കുറവിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഇത് അയൺ ടേബിൾ ആണ്. നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റിയ ടൈപ്പ് അയൺ ടേബിൾ ആണ്. നമുക്ക് ആവശ്യത്തിന് അത് നമ്മൾ മുകളിലേക്ക് വെക്കുകയും ചെയ്യാം. അയൺ ചെയ്തതിനു ശേഷം നമ്മൾ മടക്കി വെക്കണമെങ്കിൽ ആ കാര്യങ്ങളും ചെയ്യാം. പിന്നെ ഇതിനൊപ്പം തന്നെ നമ്മൾ അയൺ ബോക്സ് വെക്കാനുള്ള ഒരു ഹോൾഡറും കൂടി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ചുറ്റളവിലാണെങ്കിൽ ഒരു 10-20 കിലോമീറ്റർ ചുറ്റളവിലൊക്കെ ആണെങ്കിൽ നമ്മൾ കൊണ്ടുപോയി ഫിക്സ് ചെയ്യണതാണ്. ബാക്കി വെച്ചാൽ മറ്റേ ഡെലിവറി ചെയ്ത് കൊടുക്കാനാണ്. ഇത് ഫിക്സിങ് വളരെ സിമ്പിൾ ആ പരിപാടിയാണ്. നമ്മുടെ ഒരു സഹോദര സ്ഥാപനം ക്വാളിറ്റി ഫർണിച്ചർ കൊപ്പത്താണ്. കൊപ്പത്ത് വിയറ്റ്നാംപടിയാണ് നമ്മുടെ സ്ഥാപനം വരുന്നത്. അവിടെ എന്തൊക്കെ വർക്കുകളാണ് വരുന്നത് സാറേ സ്ഥാപനത്തില്? അവിടെ നമ്മള് സോഫ വർക്കുകളാണ് മെയിൻ ആയിട്ട്. സോഫ നമ്മൾ പുതിയ മോഡൽ ഏത് മോഡൽ സോഫ വേണമെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. റിപ്പയറിങ്ങും കാര്യങ്ങളും ചെയ്യുന്നതാണ്. അത് നമ്മൾ കസ്റ്റമറുടെ ആവശ്യപ്രകാരം എങ്ങനെ ഏത് മോഡൽ കാണിച്ചാൽ നമ്മൾ അവിടുന്ന് സെറ്റ് ചെയ്ത് ഒരാഴ്ചക്കുള്ളിൽ എല്ലാം സെറ്റ് ചെയ്ത് സെറ്റാക്കി അവരുടെ ഡെലിവറി ആയിട്ട് വീട്ടിലെത്തിച്ചു കൊടുക്കുന്നതാണ്. പിന്നെ എന്തൊക്കെ വർക്ക് അവിടെ വരുന്നത്? മെയിൻ ആയിട്ട് ഇത് തന്നെയാണ്. കർട്ടൻ സോഫ കാര്യങ്ങളാണ് ചെയ്യുന്നത്. സ്ഥാപനം ഇവിടെ ചെയ്യുന്നത് ഇവിടെ നമ്മള് പട്ടാമ്പി ഭാഗമാണ്. പട്ടാമ്പി ഭാഗത്ത് ആറങ്കോട്ട് വരെ നമ്മള് കുന്നംകുളം പോണ റൂട്ടിൽ പെരിങ്കന്നൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. D7 ഇന്റീരിയർ എന്നാണ് സ്ഥാപനത്തിന്റെ പേര്. D7 ഇന്റീരിയർ.